ഹായ് ഗെയ്സ്, ഇന്ന് നമ്മൾ ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ അതിനേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം ആഡ് ചെയ്യണം PG പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്തു. സ്റ്റീറിക് ആസിഡ് ആഡ് ചെയ്തു. TEA ആഡ് ചെയ്തു. പിന്നെ അല്പം ഗ്ലിസറിൻ ആഡ് ചെയ്തു. ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ 100 ഗ്രാം എടുത്തിട്ട് അതിൻ്റെ പിന്നെ 200 ഗ്രാമാണ് വേണ്ടത് ഓൾറെഡി ഓയിൽ. ട്രാൻസ്പെറൻറ്റ് സോപ്പിൽ അങ്ങനെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാം. അതേപോലെ തന്നെ മറ്റേ ആൽമണ്ട് ഓയിൽ എടുക്കാം, കാസ്റ്റർ ഓയിൽ എടുക്കാം, പാം ഓയിൽ എടുക്കാം. പക്ഷേ സപ്പോളിഫിക്കേഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ നമുക്ക് കൃത്യമായിട്ട് സപ്പോളിഫിക്കേഷൻ നടക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. നല്ല വെളിച്ചെണ്ണ കിട്ടിയെങ്കിൽ നല്ല വെളിച്ചെണ്ണ എടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ട്രാൻസ്പെറൻ്റായിട്ട് വരുമ്പോൾ ലൈ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കട്ട കുത്തിയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനാവും. കാരണം ഇത് കേട് വന്നു എന്നൊക്കെയുള്ള ടെൻഷനാവും. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടെങ്കിൽ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്പമായിട്ട് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കാരണം ഇപ്പം ഇളക്കണം. ഈ സമയത്താണ് നമ്മളത് ഇളക്കി കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതായത് ചാറിങ് ചെയ്യാന്ന് പറയും, കരിഞ്ഞു പോകാമെന്ന് പറയും. ചാറിങ് വന്നു കഴിഞ്ഞാൽ സോപ്പ് ഒന്നിനും കൊള്ളില്ല, അത് തോര കളയാനേ കൊള്ളുള്ളൂ. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ അത് മെൽറ്റായി വരുന്ന വരെ അങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. കുറേശ്ശെ ഇളക്കി കൊടുത്താൽ മതി. ഒരുപാടിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ സോപ്പ് ഭയങ്കരമായിട്ട് ഫോമിങ് ചെയ്യും. അപ്പോൾ ലൈ സൊല്യൂഷൻ എല്ലാം ആഡ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതൊരു ബേസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് ബേസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിക് ഒന്ന് പൊന്തി വരും. നമ്മൾ സൂപ്പർ ഫാക്ട് ചെയ്യാന്ന് സ്റ്റിയറിക് നല്ല സ്മൂത്തായിട്ടിരിക്കാനാണ്. ഒരു വെളിച്ചെണ്ണയുടെ ഉൽപ്പന്നം തന്നെയാണ് സ്റ്റിയറിക് ആസിഡ്. അപ്പം നമ്മുടെ സ്കിന്നിലേക്ക് ഇത് ഒബ്സർവ് ആവുമല്ലോ സോപ്പൊക്കെ. അപ്പോൾ അത് സ്കിന്നൊക്കെ സ്മൂത്തായിരിക്കാനാണ് സ്റ്റിയറിക് ആഡ് ചെയ്യണത് തന്നെ. അപ്പോൾ സ്റ്റിയറിക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കഴിഞ്ഞാൽ ഇതേപോലെയായി സോപ്പ് ബേസ് ആയിപ്പോയി. ഫൈനൽ സ്റ്റേജാണത്. സ്റ്റിയറിക് ആഡ് ചെയ്ത് ഒന്ന് പൊന്തി വന്ന് അത് വീണ്ടും മെൽറ്റായി കാസ്റ്റിക് സോഡ ലൈനിങ് സൊല്യൂഷൻ ഒഴിച്ചു എല്ലാം കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗളിലേക്ക് ഒഴിക്കാം. അല്ലെങ്കിൽ ഒരു ട്രേയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സോപ്പ് ബേസായി. നിങ്ങൾക്ക് ആവശ്യ സമയത്ത് നിങ്ങൾക്ക് എടുത്ത് അത് മെൽറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് ആഡ് ചെയ്യണമെങ്കിൽ ജ്യൂസാണോ അതുപോലെ പിന്നെ സൊറസാണോ ജെല്ലാണോ എന്താണോ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് എനിക്ക് കോൾഡ് പ്രോസസ്സിങ് സോപ്പിൽ കുറച്ച് അധികം കോൾഡ് പ്രോസസ്സിങ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ അത് കട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ബാക്കി വരണ ഇത്തരം ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്തതും പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അതിന് എനിക്ക് പറയാൻ അറിയണില്ല. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നമ്മുടെ ഈ നൂഡിൽസ് പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ. അപ്പോൾ അത് എല്ലാം കൂടിയിട്ട് ഞാൻ ആ സോപ്പ് ഓൾറെഡി ബേസ് ആയിട്ടാണ് അതിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുള്ള അതൊരു നല്ലൊരു ഭംഗിയുള്ള ഒരു പീസാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്തേക്കണത്. അത് ഫൈനൽ സ്റ്റേജാണത്. കണ്ടോ, ഇങ്ങനെ ആയി കിട്ടിയ സോപ്പ്. ആ സോപ്പിൻ്റെ ബേസ്
ഞാനിങ്ങനെ ആക്കിയെടുത്തു. കാരണം അത് വെറുതെ ഒരു ബേസ് ആക്കിയിട്ട് മുറിച്ച് ഒരു വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ച് വെറുതെ ഒരു ട്രേയിൽ വെച്ച് വെച്ചാൽ അതൊരു ബേസായി മാറി. മറിച്ച് ഞാൻ അതൊരു സോപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒത്തിരി ഇതേപോലത്തെ മേക്കിംഗ് വീഡിയോസ് ഞാൻ ഇനിയും ഇതായിട്ട് വരാം. ഇതൊരു സിമ്പിൾ സോപ്പാണ്. ഏകദേശം 15 മിനിറ്റ് നേരമാണ് നമുക്ക് ഈ ഒരു സോപ്പ് മേക്കിങ്ങിന് വേണ്ടുള്ളൂ. കണ്ടില്ലേ, നൂഡിൽസ് പോലെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഇത്തരം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.